എല്ലാവർക്കും റിച്ചസ് ജുവൽസ് ആൻഡ് ഗാർഡൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് 10 മണിച്ചെടികളുടെ കട്ടിങ്സ് വാങ്ങിയിരുന്നു. അപ്പോൾ അത്രയധികം പേര് കട്ടിങ്സ് വാങ്ങിയപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് നടേണ്ട രീതി ചോദിച്ച് മെസ്സേജായിട്ടും കോൾസായിട്ടൊക്കെ നമുക്ക് വന്നിരുന്നു. അപ്പോൾ ആ 10 മണിച്ചെടി നടേണ്ട കൃത്യമായ രീതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ ചെറിയൊരു മുതൽ മുടക്കിൽ അത്യാവശ്യം കുറച്ച് സ്ഥലമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കേട്ടോ 10 മണി കൃഷി. അപ്പോൾ അങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് പ്ലാന്റ്സ് വാങ്ങിയിട്ട് പോയി. അവർക്കൊക്കെ എല്ലാം നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ 10 മണി എങ്ങനെ നടാം എന്നുള്ളത് കാണാം. അപ്പോൾ 100-ലധികം വെറൈറ്റീസ് ഉണ്ട്. 10 മണിയുടെ കട്ടിങ്സ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി മഴക്കാലത്തും ഈ 10 മണി ചെടികൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ അതിനൊരു പ്രതിവിധി എന്ന് ചോദിച്ചിട്ട് നമ്മളോട് കുറേ പേര് ചോദിച്ചിരുന്നു. മഴക്കാലത്ത് നശിക്കാതിരിക്കാൻ ചെറിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് പരീക്ഷിക്കാം. അതും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അത്യാവശ്യം വലിയ വലിയ കട്ടിങ്സ് ആണ് കേട്ടോ വരുന്നത്. ഒറ്റ കട്ടിങ് തന്നെ നമുക്ക് 6ഉം 7ഉം എണ്ണം വരെ ആക്കാം. പ്രത്യേകിച്ച് 10 മണിയുടെ അടുക്ക് 10 മണിയുടെ പ്ലാന്റ്സൊക്കെ 6ഉം 7ഉം കട്ടിങ്സ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റി നടാവുന്നതാണ്. അതുപോലെ തന്നെ ജംബോൻ്റെ വെറൈറ്റീസ് ഉണ്ട്, സിൻഡ്രല്ല വെറൈറ്റീസ് ഉണ്ട്, പർസുലാൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. കോംബോ ഓഫറിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാം, നമ്മൾ പറഞ്ഞു തന്നേക്കാം. ഇനി ഇതിൻ്റെ നടന്ന രീതിയിലേക്ക്. പിന്നെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒട്ടുമിക്ക പ്ലാന്റ്സിൽ നമ്മൾ തരുന്നതിൽ ഫ്ലവറും മൊട്ടും ഉണ്ടാകും. അപ്പോൾ നമ്മൾ തരുമ്പോൾ ആ ഒരു മൊട്ട് നിങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടും. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കളറും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ ആ ഒരു 10 മണി പാടം നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. 10 മണിയുടെ ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അടുക്ക് 10 മണി, ഇതിന് ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ. അതിൽ റെഡ് വെറൈറ്റിക്ക് ആവശ്യക്കാർ ഒത്തിരിയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത്. സിൻഡ്രല്ല വെറൈറ്റിയാണ്, യെല്ലോ. സിൻഡ്രല്ലയുടെ വേറെയും വെറൈറ്റീസ് അവൈലബിൾ ആണ്. പെർസുലൈൻ്റെയും ജംബോൻ്റെയും വെറൈറ്റീസാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ മഴക്കാലത്തും ഇതിനെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. അതിനോട് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത ശേഷം, ഇത് അടുക്ക് 10 മണിയുടെ കട്ടിങ്സ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഈ അടുക്ക് 10 മണിയുടെ കട്ടിങ്സ് നല്ല ഹെൽത്തിയാണ്, ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒത്തിരി പീസസ് ആക്കാം. കണ്ടോ, ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എത്ര ബ്രാഞ്ചസാണ് വരുന്നത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് പീസസ് ആക്കി എടുക്കാം. നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിൽ വേണം പീസസ് ആക്കി എടുക്കാൻ കേട്ടോ. ഇത് അങ്ങനെ കുഴിച്ചിട്ടേക്കരുത്. വലിയ പ്ലാന്റ്സ് ആയിട്ട് കുഴിച്ചിട്ടാൽ ചിലപ്പോൾ നശിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടിങ്സ് ആയിട്ട് നമ്മൾ അതിനെ കത്രിക വെച്ചോ ഇല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചോ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കുഴിച്ചിടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏകദേശം എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ നടാൻ പോകുന്നത്. അതിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഒക്കെ നടാം. വളരെ ചെറിയ ചട്ടി എടുക്കാതിരിക്കുക. അതിൻ്റെ വേര് തിങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പൂവിൻ്റെ അളവ്, പൂക്കൾ വരുന്നതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ പറഞ്ഞു വന്നത് അത്യാവശ്യം വലിയ ചട്ടികൾ എടുക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. വേരോട്ടം നന്നായാൽ പൂക്കളും നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രോ ബാഗാണ്. ഗ്രോ ബാഗ് എന്ന് വെച്ചാൽ ചെറിയ ഗ്രോ ബാഗല്ല, അത്യാവശ്യം വലിയ ഗ്രോ ബാഗാണ്. അപ്പോൾ ചീരയുടെ തൈകളും ഇതുപോലെ 10 മണി കൃഷി ചെയ്യാനും പറ്റിയ ഗ്രോ ബാഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വലിയ ഗ്രോ ബാഗിലാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. നടുന്ന രീതിയും അതിൻ്റെ പോട്ടി മിക്സും കാണാം. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 10 മണി ചെടികൾ നടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് തക്കതായ പോട്ടി മിക്സ് വേണം നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നിർബന്ധമായിട്ട് വേണം കേട്ടോ. അത് നൈട്രജൻ്റെ കണ്ടൻറ്റും ഒപ്പം മണ്ണിൻ്റെ ഇളക്കത്തിന് സഹായിക്കും. പിന്നെ ഇത് വെർമി കമ്പോസ്റ്റാണ്. വെർമി കമ്പോസ്റ്റ് എടുക്കാം. ഇനി ചകിരിച്ചോറ് മണ്ണിൻ്റെ ഇളക്കത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് എടുക്കുന്നതാണ്. നന്നായിട്ട് മണ്ണിളക്കമുള്ളവർക്ക് അതിനനുസരിച്ച് ക്രമീകരിച്ച് കുറച്ചെടുക്കാം. ഇത് മണലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് മണലുണ്ടെങ്കിൽ അതും കൂടി എടുക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ കയ്യിൽ ഉമി ഉണ്ടായിരുന്നു. ഉമി കമ്പോസ്റ്റഡായ ഉമിയാണ്. ആ ഒരു ഉമി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് മണ്ണ് ആഡ് ചെയ്യാം. നമ്മുടെ മേൽമണ്ണ് ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത മണ്ണുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ഗ്രോ ബാഗും മണ്ണും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് വളങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് പച്ച കക്കപ്പൊടി എടുത്തിട്ടുണ്ട്. കാൽഷ്യമായി pH ആയി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ സ്യൂഡോമോണസ്, ഒരു പിടി എല്ലുപൊടി, പിന്നെ ഡോളമൈറ്റ് ഉണ്ടെങ്കിൽ അല്പം ഡോളമൈറ്റ്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ചാണകപ്പൊടി പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് പൊടിച്ച് എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ചില ചാണകപ്പൊടികളിൽ കട്ടയുണ്ടാവും, കട്ടകൾ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വണ്ണം മിക്സ് ആക്കി കൊടുക്കാം.
നമ്മളെടുത്ത പച്ചക്കക്കയുടെ പൊടിയും ഡോളമൈറ്റും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണലും മണ്ണും ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ. ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് നടുവാണെങ്കിലും മണ്ണിൽ നടുവാണെങ്കിലും ഈ രീതിയിൽ മിക്സ് ആക്കിയ ശേഷം മുറ്റത്ത് വിരിച്ച ശേഷം ഇതിൽ നടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ ഈ മിക്സ് നിറച്ച ശേഷം 10 മണിച്ചെടികൾ നടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാം വളങ്ങൾ കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അധികം വളങ്ങൾ ചേർക്കാതെ കൃത്യമായ അളവിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കൂട്ടം കൂടി ആഡ് ചെയ്യാൻ വിട്ടുപോയി, നമ്മുടെ മണ്ണ് മേൽമണ്ണ്. അപ്പം മേൽമണ്ണ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഇട്ടതിൽ അല്പം മണൽ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇനി മേൽമണ്ണും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒന്നുകൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി ഇനി ഇത് നമുക്ക് ഗ്രോ ബാഗുകളിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഈ ഒരു പച്ച ഗ്രോ ബാഗിലാണ് നമ്മൾ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗ്രോ ബാഗിൽ ഈ മിക്സ് നമ്മൾ നിറച്ച് കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ 4 ഗ്രോ ബാഗിലായിട്ടാണ് നിറച്ചിരിക്കുന്നത്. ഇതിലിനി നന്നായിട്ട് നനച്ചു കൊടുത്ത ശേഷം മാത്രം 10 മണിയുടെ തണ്ടുകൾ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. നല്ല ഈർപ്പം കിട്ടുന്ന പോലെ തന്നെ എല്ലായിടത്തും നനവെത്തുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക. ഇനി നമ്മൾ തരുന്ന 10 മണിയുടെ കട്ടിങ്സ് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വലിപ്പം കൂടുതലുള്ളവയൊക്കെ 3-4 പീസാക്കിയിട്ട് ഈ ഒരു വലിപ്പം വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം 10 മണികൾ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. അധികം വലിപ്പമായാലും 10 മണിയുടെ ചെടികൾ ചീഞ്ഞു പോകും. അപ്പോൾ അധികം വലിപ്പത്തിൽ കുത്തരുത്. നമ്മൾ കട്ട് ചെയ്ത് ഒരു വിരലിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കത് ഇതുപോലെ കുത്തി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒറ്റ ഗ്രോ ബാഗിൽ ഫുള്ള് കുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ അടുപ്പിച്ച് നമ്മൾ കുറേ പീസസ് ആയിട്ടാണ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും ഒറ്റ ചെടിയായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും. നല്ല പൂക്കളുടെ ഭാരം കൂടും. നിറയെ പൂക്കളുണ്ടാവും. ഈ രീതിയിൽ കുത്തിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. ഇനി ഇതൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ 10 മണിച്ചെടി നട്ടിട്ട് ഒരു 3-4 ദിവസം നമ്മൾ നനവ് ശ്രദ്ധിക്കണം. ഒരു 4 ദിവസമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് 2 നേരമെങ്കിലും നനച്ച് കൊടുക്കണം. അല്ലെങ്കിൽ തൊട്ട് നോക്കിയിട്ട് ഈർപ്പം ഇല്ലയെന്ന് തോന്നുമ്പോഴോ നമ്മൾ നനച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ നനച്ച് കൊടുത്തു. പിറ്റേ ദിവസത്തെ ഒരു കാഴ്ചയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്ന ചില മുട്ടുകളൊക്കെ വിരിഞ്ഞ് പൂക്കളായിട്ടുണ്ട്. ഓൾറെഡി പൂക്കളും മുട്ടുകളും ഉള്ള തണ്ടുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ മുട്ടായതൊക്കെ വിരിഞ്ഞു തുടങ്ങി. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസം തൊട്ട് തന്നെ നമുക്കിതിൻ്റെ പൂക്കൾ കണ്ടു തുടങ്ങാം. ഇപ്പോഴത്തെ ഗ്രോ ബാഗിലും പെർസ്ലൈനും ജംബോ വെറൈറ്റീസും അതുപോലെ സിൻഡ്രല്ല വെറൈറ്റീസും ഒക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും അത്യാവശ്യം ഫസ്റ്റ് ഡേ തന്നെ നമുക്കിതിന് പൂക്കൾ വിരിഞ്ഞ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഡബിൾ കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഈ 10 മണി ചെടി നടുന്ന ഒരു രീതി. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ 10 മണി പൂക്കളുടെ കളക്ഷൻ അവൈലബിൾ ആണ്. കോംബോ ഓഫറാണ് നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. ഡീറ്റെയിൽസ് നമ്മൾ വിട്ടു തരും. 10 മണിച്ചെടികൾ കൂടാതെ നമ്മുടെ പക്കൽ പച്ചക്കറി വിത്തുകളും അവൈലബിൾ ആയിട്ടുണ്ട്. പച്ചക്കറി വിത്തുകൾക്കും ചോദിക്കാം. പിന്നെ വിങ്ക റോസ് അഥവാ നിത്യകല്യാണി, സൺഫ്ലവറിൻ്റെ സീഡ്, ഡാലിയ, അങ്ങനെ കുറച്ച് വിത്തുകളും കൂടി നമ്മുടെ പക്കലുണ്ട്. ഇനി 10 മണിച്ചെടികളുടെ ചെടികൾക്ക് വേണ്ടിയാണെങ്കിലും പൂച്ചെടികളുടെ വിത്തുകൾക്കാണെങ്കിലും പച്ചക്കറി വിത്തുകൾക്കാണെങ്കിലും നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് മീൻസ് വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ച് ചോദിക്കുക. ദയവായി ഫോൺ കോളുകൾ ഒഴിവാക്കുക. കാരണം കോൾസ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും നന്ദി, നമസ്കാരം.